സ്നേഹമുള്ള കൂട്ടുകാരെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സെഷനിലേക്ക് എല്ലാ കുട്ടികളെയും മാതാപിതാക്കളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ട്രീം സെലക്ഷൻ്റെ സെഷനൊക്കെ മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ സ്ട്രീം സെലക്ഷൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ റോങ് സ്ട്രീമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. നമുക്കറിയാം, നമുക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. ഇപ്പോൾ പല കുട്ടികളും നമുക്കത് ചെയ്യാം, ഒരു എഞ്ചിനീയറിംഗിന് പോയി ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അത് വിട്ടിട്ട് അടുത്തയിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്ന ഒരു നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ തന്നെ സമൂഹത്തിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് കാണും. അതോടൊപ്പം നമുക്ക് താല്പര്യമില്ലാത്ത സ്ട്രീമിന് നമുക്ക് താല്പര്യവും നമുക്ക് കഴിവും കുറഞ്ഞ മേഖലയിൽ പോകുന്നതെങ്കിൽ നമ്മൾ ആ ഒരു സ്ട്രീമിൽ നമ്മൾ ഗ്രാജുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് വളരെ ലോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ആ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തേക്കണം. അടുത്തതാണ് നമ്മുടെ സ്ട്രെസ് ലെവൽ, ആൻസൈറ്റി ലെവലൊക്കെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മുടെ കരിയർ പാത്തിനെ കുറിച്ച്, നമ്മൾ ഏതൊക്കെ മേഖലയിലേക്ക് എനിക്ക് പോകണം, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടാവും നമ്മൾ റോങ് സ്ട്രീമാണ് സെലക്ട് ചെയ്തെങ്കിൽ. അതേപോലെ എപ്പോഴും ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകാനായിട്ടൊരു സാധ്യതയുണ്ടാകും. അതുകൊണ്ട് നമ്മൾ സ്ട്രീം സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് അക്കോർഡിംഗ് ടു യുവർ ഇൻട്രസ്റ്റ്. നിങ്ങളുടെ താല്പര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയമാണ് ഞാൻ കൂടുതൽ സ്നേഹത്തോടു കൂടി എൻജോയ് ചെയ്ത് പഠിക്കുക. ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കാം, ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കാം, ചിലപ്പോൾ ബയോളജി ആയിരിക്കാം, ചിലപ്പോൾ കൊമേഴ്സിൽ അക്കൗണ്ടൻസി ആയിരിക്കാം, ചിലപ്പോൾ ആർട്സിൽ പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കാം, എക്കണോമിക്സ് ആയിരിക്കാം. ഏതാണോ എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുക അത് നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏതിലാണ് നമുക്ക് നമ്മുടെ നാച്ചുറലി നമ്മുടെ കഴിവുകളുള്ളത്. നമുക്കറിയാം, ചില കുട്ടികൾ ഇങ്ങനെ മെക്കാനിക്കലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര നാച്ചുറൽ, എന്തെങ്കിലും സാധനമൊക്കെ എടുക്കാൻ തുറന്ന് നോക്കി അത് കൃത്യമായിട്ട് മെക്കാനിക്കൽ ചെയ്യും. കാരണം എന്താണ്, അവരുടെ ഉള്ളിൽ മെക്കാനിക്കൽ സ്കില്ലുണ്ട്. അവർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് എൻജോയ് ചെയ്യാനും വിജയിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. മറിച്ച് അവർ മറ്റൊരു കാര്യങ്ങളിൽ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, പടം വരയ്ക്കാനായിട്ട് യാതൊരു കഴിവുമില്ല, എന്തെങ്കിലുമൊക്കെ കണ്ട ചെറുതായിട്ടൊക്കെ വരയ്ക്കും. അവർ ആർക്കിടെക്ചറിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് സ്കോപ്പ് ചെയ്യാനായിട്ട് വളരാനായിട്ട് സാധിക്കുകയില്ല. ബാർക്കൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആ കാര്യം നമ്മൾ ഓർക്കുക. അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്താണ് ആകേണ്ടത്. നമ്മൾ 10ാം ക്ലാസ് തൊട്ട് തന്നെ ചിന്തിക്കുന്നതല്ല, അതിൽ 11-12 ആകുമ്പോൾ എനിക്ക് എന്താണ് ആകേണ്ടതാണ്. ഇൻട്രസ്റ്റിൻ്റെ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ടേബിളിനെ കുറിച്ച് പറയുമ്പോഴാണ് അക്കോർഡിംഗ് ടു യുവർ കരിയർ ഗോൾ. നമ്മുടെ കരിയർ ഗോൾ എന്തായിരിക്കണം, അതിനെക്കുറിച്ച് ചില കുട്ടികൾക്കൊക്കെ നല്ല ബോധ്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു കുട്ടികൾ കൂടുതലായിട്ട് ഹിസ്റ്ററി, കറണ്ട് അഫേഴ്സിനെ ഒക്കെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു, അത് വളരെ താല്പര്യമാണ്, പഠിച്ചാൽ ഓർത്തിരിക്കുന്നത്, വായിക്കാനോ അറിയാനോ ഒക്കെ താല്പര്യമുള്ള ഒരാൾ ആർട്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആർട്സോ അല്ലെങ്കിൽ കൊമേഴ്സോ സയൻസിനോ ഓരോ ഏത് സ്ട്രീം എടുത്താലും നന്നായിട്ട് പഠിക്കുക, നല്ല കോളേജിൽ പഠിക്കുക, എൻട്രൻസ് ക്ലിയർ ചെയ്യുക, നമുക്ക് ജോലി കിട്ടിയിരിക്കും. അതിനകത്ത് അത് സംശയമുള്ള കാര്യമല്ല. ഒരു സ്ട്രീമിന് ഈ സയൻസിന് കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ കൊമേഴ്സിന് വെയിറ്റേജ് കുറവ്, ആർട്സിന് ഒട്ടുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക, നമ്മുടെ കരിയർ ഗോളിനെ നമ്മൾ കണ്ടുപിടിക്കുക. അടുത്തതാണ്, ഒരു കുട്ടിക്ക് ഇപ്പം ഡോക്ടറാണെന്നുള്ള ആളുടെ സ്ട്രീം പെർഫെക്റ്റ്ലി ക്ലിയർ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിൽ നിന്നാണ് നീറ്റ് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോൾ ആ സ്ട്രീമിലേക്ക് പോകാമല്ലോ. ആ വ്യക്തി PC MP ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്, ഒരു കുട്ടിക്ക് ഇപ്പോൾ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എഞ്ചിനീയർ ആവുന്ന കുട്ടി PCMന് പോകണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സ്ട്രീം എടുക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് അവർ എഞ്ചിനീയറിൻ്റെ എൻട്രൻസ് എക്സാമൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ സ്നേഹമുള്ള കൂട്ടുകാരെ, ഏറ്റവും ശ്രദ്ധിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്യുക. ഞാൻ എപ്പോഴും സ്കൂളിൽ ട്രെയിനിങ് കൊടുക്കും, കുട്ടികളോട് പറയാറുണ്ട്, 10ൽ അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നിങ്ങൾ ഒന്ന് ഫ്രീ ഒക്കെ ആയതിനു ശേഷം നമ്മുടെ കരിയറിനെ കുറിച്ച് നല്ലൊരു റിസർച്ച് ചെയ്യണം. നമ്മുടെ കഴിവുകളും ഏതൊക്കെ കാര്യങ്ങൾ എനിക്കറിയാം, ഒരു സബ്ജക്റ്റ് എടുത്ത് ഏതൊക്കെ സബ്ജക്റ്റാണ് എനിക്ക് മുമ്പോട്ട് പഠിക്കേണ്ടി വരുന്നത്, അതൊക്കെ എനിക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇന്ന് നമുക്കിന്ന് മീഡിയയിലെല്ലാം അവൈലബിൾ ആണ് അല്ലേ. അതൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും യേശുനാമത്തിലെല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു.